ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ദാമു സച്ചിയും കുടിക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ. സച്ചി ആണെങ്കിലോ ദാമു മദ്യം കൊടുത്തിട്ടും സച്ചി കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രേവതി ആണെങ്കിലും ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദാമു ഇങ്ങനെ പറയുന്നുണ്ട്. ദാമു ആണെങ്കിലോ സച്ചിയോട് പറയുന്നുണ്ട്, ബോസ് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, ബോസ് വിഷം തന്നാലും ഞാനതൊക്കെ കഴിക്കും എന്നൊക്കെ സച്ചിയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാലും സച്ചി കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദാമു പറയുന്നുണ്ട്, ബോസ് കുടിക്കാത്തതിലേക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ സച്ചി ദാമുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, നമുക്ക് വേറൊരു ദിവസം വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കൊക്കെ കുടിക്കാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ദാമു കുറേ നിർബന്ധിക്കുന്നുണ്ട് സച്ചിനെ കുടിക്കാൻ വേണ്ടിയിട്ട്. സച്ചി ആണെങ്കിൽ കുടിക്കാതെ ഇങ്ങനെ നല്ല പിടിച്ച് നിൽക്കുന്നുണ്ട്. ദാമു ഇങ്ങനെ കുറേ നിർബന്ധിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ തെറ്റിനും പ്രതികരിക്കും, അപ്പോൾ പ്രതികരിച്ച് അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ദാമു ആണെങ്കിൽ പറയുന്നുണ്ട്, തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം എന്നൊക്കെ ദാമു പറയുന്നുണ്ട്. എന്നാലും സച്ചി കുടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സച്ചി പോയി പിന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് കുടിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല എന്നൊക്കെ സച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാമു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത വാക്ക് കൊടുക്കാനൊക്കെ പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും സച്ചി കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കുടിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാക്കി എൻ്റെ അച്ഛൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടും, അത് നഷ്ടപ്പെടാൻ ഞാൻ ഒന്നും ചെയ്യില്ല, അങ്ങനെയൊക്കെ സച്ചി പറയുന്നുണ്ടെന്ന്. അപ്പോൾ ദാമു ഇങ്ങനെ സച്ചിനോട് പറയുന്നുണ്ട്, എന്താ മദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറി നിങ്ങൾ കുടിക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ നിങ്ങളും കുടുംബത്തെ മറന്നൊന്നും ചെയ്തില്ലല്ലോ ബോസേ, യു ആർ ഗ്രേറ്റ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഹേയ് എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ആണെങ്കിലും ആകെ പേടിച്ചിട്ട്, രേവതി കണ്ടോ എന്താണെന്ന് അറിയാതെ സച്ചി ആകെ പേടിച്ചിട്ട് രേവതിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ ഇവിടെ? അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഇവിടെ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ സംസാരിച്ച് നിന്നതാണ്. അപ്പോൾ രേവതി പറഞ്ഞു, കണ്ണി കണ്ട ആൾക്കാരോടൊക്കെ അങ്ങനെ എന്തിനാ സംസാരിച്ച് നിൽക്കുന്നേ? എന്നിട്ട് സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ, വേറൊരു സ്ഥലത്തേക്ക്, അച്ഛൻ്റെ അടുത്തേക്ക്. ദാമു ആണെങ്കിൽ അവനെ ഏൽപ്പിച്ച ജോലിയെല്ലാം മറന്ന് അവൻ അവിടെ പിന്നെയും കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആര് വിളിച്ചാലും സച്ചിയേട്ടൻ പോകുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് പെണ്ണ് വീട്ടുകാരാണ്, അദ്ദേഹം വിളിച്ചിട്ട് നമ്മൾ പോയില്ലെങ്കിൽ അതൊരു മര്യാദ കേടല്ലേ, അതുകൊണ്ട് മാത്രം പോയതാണെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതി ആണെങ്കിലോ, അദ്ദേഹം ഒരു ഫ്രോഡാണ്, അദ്ദേഹം കുടിയനാണ്, കണ്ടില്ലേ ഇങ്ങനെയാണോ ചെയ്യണ്ടേ ഒക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അദ്ദേഹം ഒരു വലിയ മനുഷ്യനല്ലേ, വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ഒരു മര്യാദ കേടല്ലേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വലിയ മനുഷ്യനായിട്ട് തോന്നുന്നുണ്ടോ? അയാൾ കണ്ടില്ലേ കുടിച്ചിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ആരാ നല്ലത് ആരാ വലുത് ഒന്നും അറിയില്ലേ ഇതുവരെ ആയിട്ടും എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരെ കണ്ടിട്ട് വലുതാണ് ആരെ നല്ലതാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധമൊക്കെ അവനുണ്ടെന്ന് സച്ചി തർക്കിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ പറയാം എനിക്ക് നന്നായി അറിയാമെന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അറിഞ്ഞാൽ മതി സന്തോഷം എന്നൊക്കെ പറഞ്ഞ് രേവതിയും സച്ചിനെ അവിടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അച്ഛനാണെങ്കിലോ സച്ചിനെ തിരഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഡാ സച്ചി നീ എങ്ങോട്ടാണ് പോയത്, ഞങ്ങൾ എവിടെയൊക്കെ തിരഞ്ഞു എന്ന് അറിയോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയും പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഒരാളായിട്ട് സംസാരിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്നെ കാണാതെ എന്തായിരുന്നു, അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയി എന്ന് വിചാരിച്ചു അല്ലേ അച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല കാണാത്തപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു അത്രേ ഉള്ളൂ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചടങ്ങ് കഴിഞ്ഞു, വാ ഇനി നമുക്ക് അവിടെ പോയി ഇരിക്കാമെന്നൊക്കെ സച്ചിയോട് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ചടങ്ങ് കഴിഞ്ഞു എന്നാൽ വാ അച്ഛൻ നമുക്ക് വീട്ടിലേക്ക് പോവാം, എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു എന്നൊക്കെ സച്ചി പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചടങ്ങ് കഴിഞ്ഞു എന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ, നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, പാർലറേറ്റത്തിൻ്റെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എവിടെ അച്ഛാന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അല്ല മലേഷ്യയിൽ നിന്ന് വലിയൊരു ബിസിനസ്സുകാരൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇനിയും വന്നില്ല അച്ഛാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അദ്ദേഹം വരുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ വന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിരിക്കും, പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ വരും എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം പാർലറേറ്റത്തിൽ കള്ളം പറയുകയാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അച്ഛൻ പറയുന്നുണ്ട്, സത്യം എന്താണെന്ന് അറിയാതെ ആരെയും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല സച്ചി, ഇതുവരെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ, നല്ല കുട്ടിയായിരുന്നില്ല, അതേപോലെ തന്നെ ഇനി നല്ല കുട്ടിയായിരിക്കേ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി ആണെങ്കിലോ ചടങ്ങ് കഴിഞ്ഞ് നല്ല ടെൻഷനിലിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിലോ നല്ല ദേഷ്യത്തിലിരിക്കുകയാണ് ശ്രുതിയോട്. പിന്നെ ശ്രുതി മണ്ഡപത്തിൽ നിന്ന് വേഗം എണീച്ച് പോകുമ്പോൾ ചന്ദ്രയാണെങ്കിലും അവളെ വിടാണ്ട് പിന്തുടർന്ന് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നത്, തീയിൽ ചവിട്ടിയ പോലെയാണല്ലോ നിൻ്റെ പോക്ക്, എന്താ നീ എന്തെങ്കിലും മറക്കുന്നുണ്ടോ എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാൻ ഒന്നും മറക്കുന്നില്ല, ആൻറ്റിക്ക് തോന്നിയതാവും ചിലപ്പോൾ, നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ശ്രുതി, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ ശ്രുതി ആണെങ്കിലും ഒന്നും പറയുന്നില്ല.
അപ്പോഴത്തേക്കും ശ്രുതിനെ വിളിക്കാൻ അവളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്ര അവർക്കൊന്നും ശ്രുതിനെ വിട്ട് കൊടുക്കാതെ വാ ഇങ്ങോട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, പോയി നിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നില്ലേ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആകെ ഞെട്ടുകയാണ്, അച്ഛനോ എന്നുള്ളതിൽ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിൻ്റെ ചടങ്ങ് കഴിഞ്ഞല്ലോ, നിൻ്റെ അച്ഛൻ ഇതുവരെയും വരാറായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് പുറപ്പെട്ടെന്നൊക്കെ കുറേ ആയല്ലോ പറയുന്നു, എന്താ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, എന്താ കാരണം എന്നൊക്കെ ചന്ദ്രനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീ പറയുന്നതും ചെയ്യുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതി, എന്താ നിൻ്റെ ഉദ്ദേശം, എന്താ അച്ഛൻ വരില്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ശ്രുതി എനിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല, നീ എന്തെങ്കിലും ഒന്ന് പറയാന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഒന്നും പറയുന്നില്ല, കാരണം ശ്രുതിക്കൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് ശ്രുതി ഒന്നും മിണ്ടാണ്ട് നിൽക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് ലേറ്റ് ആയത് അതുകൊണ്ടാണ് എത്താൻ ലേറ്റ് ആവണേ എന്നൊക്കെ വെച്ചിട്ടാണ് നിൻ്റെ ചടങ്ങ് രണ്ടാമതേക്ക് മാറ്റി. എന്നിട്ടും നിൻ്റെ അച്ഛനും എത്തിയില്ലല്ലോ, എന്താ ശ്രുതി. അപ്പോൾ ഇതൊക്കെ ശ്രുതിയുടെ ഫ്രണ്ട് മീര കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീര പറയുന്നുണ്ട്, അവൾ എന്ത് ചെയ്യാനാ ആൻറ്റി, അവളും കുറേ വിളിച്ചു, ഞാനും കുറേ വിളിച്ചു, എന്നിട്ടൊന്നും അവളുടെ അച്ഛനെ കിട്ടുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കിട്ടുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ കുറേ നിങ്ങൾ പറയുന്നു, നിങ്ങളെന്താ എന്നെ കളിപ്പിക്കുകയാണോ, നിങ്ങളെന്താ എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് സച്ചറ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. രവി വരുന്നുണ്ട് അങ്ങോട്ട്. രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നീ ഇപ്പോഴും അവളെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ, അവൾ അല്ലെങ്കിലേ വിഷമിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ വരാത്തതിൽ, ഇനി നീയും കൂടി അവളെ വിഷമിക്കേണ്ട, അവൾ അല്ലെങ്കിലേ വിഷമിച്ചിരിക്കുകയാണ്, ഇനി വിട്ടേക്ക്, കഴിഞ്ഞില്ലേ എന്നൊക്കെ രവി പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിലും അതൊന്നും കേൾക്കാതെ പിന്നെയും ശ്രുതിനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ എനിക്കും വരുന്നുണ്ട് ദേഷ്യം, ശ്രുതിക്ക് മാത്രമല്ല എനിക്കും വരുന്നുണ്ട്, കുറേ ആയി ഇവളെന്നെ വിഡ്ഢിയാക്കുന്നു എന്നൊക്കെ ചന്ദ്ര പിന്നെയും പറഞ്ഞുകൊണ്ട് പിന്നെയും അപ്പോൾ ശ്രുതിയാണെങ്കിലും ഇതൊക്കെ കേട്ട് ശ്രുതി എന്താ ചെയ്യാന്ന് അറിയാതെ ശ്രുതി ഒരു നാടകം കളിക്കുകയാണ്. ശ്രുതിയാണ് കരഞ്ഞു. ശ്രുതി കരഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്താ അച്ഛൻ വരാത്തതെന്ന് എനിക്കറിയില്ല, ഞാനും ആഗ്രഹിച്ചു അച്ഛൻ വരണമെന്ന്, അച്ഛൻ ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹം, ആരെയൊക്കെ നന്നായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അച്ഛൻ വന്നില്ലല്ലോ ആൻറ്റി, അച്ഛൻ എന്നെ വേണ്ട തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. എന്നെ ആർക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് നന്നായി അറിയാം, നിങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ ശ്രുതി അവരോട് നാടകം കളിച്ച് പറയുന്നുണ്ട് കേട്ടോ കരഞ്ഞിട്ട്. പക്ഷേ ചന്ദ്രയാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുക, അവൾക്ക് ഒരു മാറ്റവും ഇല്ല. എന്തായാലും കുറേ വാക്കുതർക്കങ്ങൾക്ക് ശേഷം ചന്ദ്ര എന്തായാലും അവളെ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യമാണ് ശ്രുതിയോടുള്ളത്, അത് കുറയുന്നില്ല. ശ്രുതിയാണെങ്കിലും അത് പേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ശ്രുതിക്ക് നല്ല പേടിയുണ്ട്, അയ്യോ ഇനി വീട്ടിൽ പോയാൽ ഇതിൻ്റെ ബാക്കി ഉണ്ടാവുമോ അങ്ങനത്തെയൊക്കെ ആലോചിച്ചിട്ട് ശ്രുതിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ശ്രുതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വർഷേനെയാണ് കേട്ടോ. വർഷം ഇങ്ങനെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അവളുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ ഈ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോളെ, വീട്ടിലോട്ട് നിങ്ങൾ വരണം, എന്നിട്ട് വേണം അവിടെ നിന്ന് വേണം നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാൻ എന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രീകാന്ത് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി നിങ്ങളുടെ വീട്ടിലേക്കാണോ ഞങ്ങൾ വരണ്ടേ, അല്ലല്ലോ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കല്ലേ പോകേണ്ടതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, ആദ്യം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ, അതാണ് ആചാരം ചടങ്ങ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇതൊക്കെ അമ്മയോട് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വർഷമ്മ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് കൊണ്ടുപോവുകയാണ്. പിന്നെ ശ്രുതിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ചന്ദ്ര പറഞ്ഞതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആലോചിച്ച് അവൾക്ക് കരച്ചിൽ വരികയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് മീര ചോദിക്കുന്നുണ്ട്, എടി ഇപ്പം ഞാനും നീയും അല്ലേ ഉള്ളൂ, എന്തിനാ നീ പിന്നെ അഭിനയിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അഭിനയിക്കുകയല്ലടി, എനിക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്, ഇനി ഇതിൻ്റെ ബാക്കി വീട്ടിൽ പോയാൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട് മീര പറയുന്നുണ്ട്, എടി ഞാനും വിചാരിച്ചിരുന്നു നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ. ശ്രുതി പറയുന്നുണ്ട്, ഈ സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സച്ചിയെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ആണെങ്കിലോ മദ്യപിച്ചിട്ടും ഇല്ല, ഒരു പ്രശ്നവും സാധാ പോലെ നിൽക്കുന്നുണ്ട്, എന്തായി സച്ചിക്ക് ഇന്ന് പറ്റിയെന്നൊക്കെ ശ്രുതി ആലോചിക്കുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി ഒന്ന് നോക്കി നോക്കട്ടെ ദാമു എന്താ പണി ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് മീര പോകുന്നുണ്ട്. മീര പോകുന്നതിന് മുന്നേ ശ്രുതി വരുന്നുണ്ട്. ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് വിശക്കുന്നു, നമുക്ക് കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ആണെങ്കിലോ നല്ല ദേഷ്യത്തിൽ ശ്രുതിനോട് പറയുന്നുണ്ട്, ശ്രുതി വേണമെങ്കിൽ കഴിച്ചോ, നമ്മുടെ ഫംഗ്ഷനാണ് ഇവിടെ നടന്നത്, ബന്ധുക്കൾ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, ശ്രുതി വേണമെങ്കിൽ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് മീരയാണെങ്കിലോ ദാമു എന്താ ചെയ്യണമെന്ന് വേണ്ടി നോക്കാൻ വേണ്ടി ദാമുവിൻ്റെ അടുത്തേക്ക് പോയി. ദാമു ആണെങ്കിലോ മദ്യപിച്ചിട്ട് മീരേനെ പോലും മനസ്സിലാവാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ദാമുവിന് മനസ്സിലാവണേ ഉണ്ടായിരുന്നില്ല. ഇതിന് കുറേ മീര പറഞ്ഞിട്ടാണ് ദാമുവിന് മനസ്സിലായത്. എന്നിട്ട് മീര പറയുന്നുണ്ട്, നാറിയിട്ട് വയ്യ, നിങ്ങളെന്താ നിങ്ങൾക്ക് തന്ന പൈസയ്ക്ക് ജോലി ചെയ്യാത്തത്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് ഞാൻ പൈസ തന്നതെന്നൊക്കെ ചോദിച്ച് മീര ദാമുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിൽ ദാമു പറയുന്നുണ്ട്, എനിക്ക് ബാക്കി പൈസ തന്നിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാമെന്നൊക്കെ ദാമു മീരയോട് പറയുന്നുണ്ട്. അപ്പോൾ മീര പറയുന്നത്, നിങ്ങൾക്ക് ഒരു 10ൻ്റെ പൈസ ഇനി ഇവിടുന്ന് തരില്ല, നിങ്ങൾ പറഞ്ഞ ജോലിയൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ പൈസ എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദാമു പറയുന്നുണ്ട്, ഇത് നീ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ സച്ചിയോട് പറയുന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിൽ മീര പറയുന്നുണ്ട്,
അതിന് മുന്നേ നീ എൻ്റെ കൈ കയറി പിടിച്ചു എന്ന് ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നൊക്കെ മീര പറയുന്നുണ്ട്. അങ്ങനെ ദാമു അയ്യോ വേണ്ടേ എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദാമു പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വർഷയുടെ അമ്മേനെയാണ്. പിന്നെ വർഷയുടെ അമ്മയും ആ പ്രശ്നം ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ആളും കൂടെ നിന്ന് സംസാരിക്കുന്ന രംഗങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും സച്ചിയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നമുക്ക് സച്ചിയുടെ അച്ഛനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപമാനിച്ചാലോ, അങ്ങനെയാണെങ്കിൽ സച്ചി പ്രതികരിക്കുമല്ലോ, അപ്പോൾ ഞങ്ങളെ തല്ലാനൊക്കെ വരും, അപ്പം ഞങ്ങളും തല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടാക്കുകയാണ്. ആ ഒരു സീനോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കാത്തിരുന്ന് കാണാം സച്ചി പ്രശ്നം ഉണ്ടാക്കുമോ, ചടങ്ങ് മുടങ്ങുമോ എന്നൊക്കെ നമുക്ക് പിന്നെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇങ്ങനത്തെ ചെമ്പനീർ പൂ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്.